ഹലോ, 4ാം ക്ലാസ് കേരള സിലബസ് ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് പേപ്പർ ബോട്ട്സ്. ആദ്യത്തെ യൂണിറ്റ് അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പേപ്പർ ബോട്ട്സ് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അത് ഏറ്റവും ചുരുക്കിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ 2 കുട്ടികളെ കാണാം, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഈ പെൺകുട്ടി പേപ്പർ ബോട്ട്സൊക്കെ വെച്ച് കളിക്കുന്നത് കാണാം. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം. ഡൗൺ ദ സ്ട്രീം. അന്ന gently walked towards the stream of muddy rainwater. അന്ന gently walked. അന്ന മെല്ലെ നടന്നു. gently മെല്ലെ. എവിടേക്കാണ് നടക്കുന്നത്? towards the stream of muddy rainwater. സ്ട്രീം എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയാം. സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ, മഴ വന്ന് ചളി നിറഞ്ഞ ആ അരുവിയിലേക്കാണ് അന്ന പോകുന്നത്. ഷി ബെൻഡ് എ ലിറ്റിൽ. അവളൊന്ന് കുറച്ചു കുനിഞ്ഞു. ബെൻഡ് കുനിയുക. ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. ഒരു പേപ്പർ ബോട്ട് ഇറക്കി, അരുവിയിലേക്ക് ഇറക്കി. ഇറ്റ് സെയിൽ ഡൗൺ ദി സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. ഇറ്റ് സെയിൽ ഡൗൺ ദി സ്ട്രീം. അത് അരുവിയിലൂടെ യാത്രയായി. സ്വിഫ്റ്റ്ലി വേഗത്തിൽ, ആൻഡ് പ്രൗഡ്ലി അഭിമാനത്തോടുകൂടി. ഷീ വെൻറ്റ് ഓൺ പ്ലേസിംഗ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദി സ്ട്രീം. ഷീ വെൻറ്റ് ഓൺ, അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്താ തുടർന്നത്? പ്ലേസിംഗ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദി സ്ട്രീം. അരുവിയിലേക്ക് ഓരോന്നോരോന്നായി പേപ്പർ ബോട്ട്സ് ഇടാൻ തുടങ്ങി. ഷീ വാസ് ഡിലൈറ്റഡ്. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സഡൻലി, പെട്ടെന്ന്, സംതിങ് ഹോറിബിൾ ഹാപ്പൻഡ്. എന്തോ ഭയങ്കരമായിട്ട് സംഭവിച്ചു. ഹോറിബിൾ ഭയങ്കരമായ, ഹാപ്പൻ സംഭവിക്കുക. ആൻ ആംഗ്രി ഗേൾ. ആംഗ്രി ദേഷ്യം പിടിച്ച, അപ്പോൾ ദേഷ്യം പിടിച്ച പെൺകുട്ടി. എ ഫാറ്റ് ബോയ് ഒരു തടിച്ച ആൺകുട്ടി. പൗൺസ്ഡ് ഓൺ കൊതിച്ചു ചാടി. വൺ ഓഫ് ഹർ ബോട്ട്സ് അവളുടെ ബോട്ടുകളിൽ ഒന്നിലേക്ക്. ആൻഡ് പുൾഡ് ഇറ്റ് അതിനെ വലിച്ചു. ഹി ടേൺ ദ ബോട്ട് ആ ബോട്ടിനെ അവൻ തിരിച്ചു. അപ്സൈഡ് ഡൗൺ എങ്ങനെ? തലകീയായി തിരിച്ചിട്ടു. അന്ന സ്റ്റേഡ് അറ്റ് ദ ബോയ്. അന്ന ആൺകുട്ടിയിലേക്ക് തുറച്ചു നോക്കി. സ്റ്റേഡ് തുറച്ചു നോക്കുക. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡർട്ടി. അവൻ നല്ല തടിച്ചതും അതുപോലെ വൃത്തിയില്ലാത്ത രൂപത്തിലുമായിരുന്നു. He did not mind Anna's angry face. He did not mind. അവൻ മൈൻഡ് ചെയ്തില്ല. അന്നാസ് ആംഗ്രി ഫേസ്. അന്നയുടെ ദേഷ്യം പിടിച്ച മുഖം അവൻ മൈൻഡ് ചെയ്തില്ല. ഫേസ് മുഖം. അന്ന റാൻ ഹോം. അന്ന വീട്ടിലേക്ക് ഓടി. റാൻ ഓടി. നെക്സ്റ്റ് പേജ്. എ സൊല്യൂഷൻ ഒരു പരിഹാരം. അന്നാസ് ഓണ്ട് അരുന്ധതി. അന്നയുടെ ആൻറ്റി അരുന്ധതി was sitting in an armchair. അവരൊരു ചാരുകസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നാസ് ഫേസ് വാസ് റെഡ്. അന്നയുടെ മുഖം ചുവന്ന കളറിലായിരുന്നു. വിത്ത് ആങ്കർ ദേഷ്യം കൊണ്ട് ചുവന്ന കളറിലായിരുന്നു. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ്. അവൾ അവളുടെ ലിപ്സ് ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, ദാറ്റ് നോട്ടി ബോയ് ആ വികൃതി ചെക്കൻ, ഹി ഓവർടേൺ മൈ ബോട്ട് അവൻ അവൻ്റെ ബോട്ട് തിരിച്ചിട്ടു. ഷീ സെഡ് അവൾ പറഞ്ഞു, ഡോണ്ട് വറി സാരമില്ല, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു ഞാൻ നിനക്ക് പകരം വേറെ ഒന്ന് ഉണ്ടാക്കിത്തരാം. ആൻഡ് അരുന്ധതി ട്രൈ ടു കൺസോൾ ഹെർ. അരുന്ധതി ആൻറ്റി ട്രൈ ടു കൺസോൾ ഹെർ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. കൺസോൾ സമാധാനിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. വാട്ട് എന്താ ചെയ്യുക? ഇഫ് ഇറ്റ് ടേക്സ് ദാറ്റ് വൺ ടു അവൻ ആ ബോട്ടും കൂടി എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? അന്ന എങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പം അരുന്ധതി ആൻറ്റി എന്താ പറയുന്നത്? ഓക്കെ സാരമില്ല, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു ഞാൻ നിനക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി തരും. മേക്ക് ഉണ്ടാക്കി തരിക, ഫ്യൂ കുറച്ചെണ്ണം. വാട്ട് ഇഫ് ഇറ്റ് ടേക്സ് ഓൾ ഓഫ് ദം അവൻ എല്ലാ ബോട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നോ ഹി വോണ്ട് അവനെ എടുക്കില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ നിനക്കുണ്ടാക്കി തരുന്നത് പോലെ അവനും ഞാൻ കുറച്ച് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അരുന്ധതി ആൻറ്റി ഇങ്ങനെ പറയാണ്. ബട്ട്
വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ നിങ്ങൾ എന്തിനാണ് അവന് വേണ്ടി ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് അന്ന ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറയുന്നത് എന്താണ്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനെ കണ്ടിട്ട് എനിക്ക് ഒരു പാവം കുട്ടിയെ പോലെയാണ് തോന്നുന്നത്. ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിംസെൽഫ്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൂടാ? ഹി ഈസ് സോ ബിഗ്. അവന് വലുതല്ലേ? മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. ഒരു പക്ഷേ ഒരാൾ പോലും അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അരുന്ധതി ആൻറ്റി വീണ്ടും അവളെ സമാധാനിപ്പിക്കുകയാണ്. വൈ? എന്തുകൊണ്ട്? ഡസൻ ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിലൊന്നും പോകുന്നില്ലേ? ഹി ഈസ് സോ റൂഡ്. അവൻ ഭയങ്കര പരുഷമായൊരു പെരുമാറ്റമാണ്. ഓൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. അരുന്ധതി ആൻറ്റി മെല്ലെ പുഞ്ചിരിച്ചു. നെക്സ്റ്റ് പേജ്, ഗുഡ് ഗൈഡൻസ്. നല്ല മാർഗനിർദ്ദേശം. ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി. കുറച്ച് സമയത്തിനുള്ളിൽ ബോട്ടുകൾ റെഡിയായിരുന്നു. ആൻഡ് ദെൻ എ ഫ്യൂ മോർ. കുറച്ചും കൂടി ബോട്ടുകൾ റെഡിയായി. ഫൈനലി, അവസാനം, ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ്. അവൾ എല്ലാ ബോട്ടുകളും കൊടുത്തു. ഗേവ് കൊടുക്കുക. ടു അന്ന ആൻഡ് സെഡ്. ആർക്കാ കൊടുത്തത്? അന്നയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. പോയി കളിച്ചിട്ട് വാ. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി. അവൾ ആ ബോട്ട്സ് ടൈറ്റായിട്ട് ചുരുട്ടി. അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റൻ്റ്ലി. അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ്. അന്ന നടക്കാൻ തുടങ്ങി. ഹെസിറ്റൻ്റ്ലി. എങ്ങനെയാണ് നടക്കുന്നത്? മെല്ലെ, മടിയോടുകൂടി. ടുവേർഡ്സ് ദ സ്ട്രീം. അരുവിയിലേക്ക് നടക്കുകയാണ്. ദ ബോയ് വാസ് സ്റ്റിൽ ഹിയർ. ആ ആൺകുട്ടി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ഹർ ക്യൂരിയസ്ലി. അവൻ അവളെ ആകാംക്ഷയോടുകൂടി നോക്കി. അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട് ആൻഡ് ഹെൽഡ് ദം ഔട്ട്. അന്ന അതിൽ 2 നല്ലതല്ലാത്ത 2 ബോട്ടുകൾ എടുത്തു. ആൻഡ് ഹെൽഡ് ദം ഔട്ട്. എന്നിട്ട് പുറത്തേക്കിട്ടു. ഹിയർ യു ആർ. ഇതെല്ലാം നിൻ്റെയാണ്. ഷീ ഹാൻഡഡ് ദ ബോട്ട് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് സ്മൈൽ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ്. അവൾ ബോട്ടുകൾ കൈമാറി. ഓവർ ടു ദ ബോയ്. ആ ആൺകുട്ടിക്ക്. വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. ഒരു പുഞ്ചിരി പോലും മുഖത്ത് കാണിക്കാതെ അവൾ കൈമാറി. ദ ബോയ് ടുക്ക് ദം. ആ ആൺകുട്ടി അതെല്ലാം എടുത്തു. ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദർ. അവിടെ തന്നെ നിന്നു. ക്വയറ്റ്ലി. ഭയങ്കര ശാന്തതയോടുകൂടി നിന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ അറിയില്ലായിരുന്നു എന്താ പറയാന്നുള്ളത്. നെക്സ്റ്റ് പേജ്, എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥ സൗഹൃദം. അന്ന ജെൻലി ലോഞ്ച്ഡ് ഹർ ബോട്ട്. അന്ന അവളുടെ ബോട്ട് മെല്ലെ ഇറക്കി. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. സ്വിഫ്റ്റ്ലി, വേഗത്തിൽ. ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. അരുവിയിലൂടെ യാത്രയായി. ദ ബോയ് സ്റ്റുഡ് ദ വാച്ചിങ് ഇറ്റ്. ആൺകുട്ടി അവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. ഒരു മങ്ങിയ പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹർ ഐസ്. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ്. അന്ന ആൺകുട്ടിയിലേക്ക് നോക്കി. ത്രൂ ദ കോർണർ ഓഫ് ഹർ ഐസ്. അവളുടെ കണ്ണിൻ്റെ ഒരു സൈഡിലൂടെ അവൾ അവനെ നോക്കി. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് ദ കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. സഡൻലി, പെട്ടെന്ന്. ഷീ സോ, അവൾ കണ്ടു. ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. ബോട്ട് ഒരു ചളിയുടെയും കല്ലുകളുടെയും ഒരു കൂമ്പാരത്തിലേക്ക് അകപ്പെടുന്നത് അവൾ കണ്ടു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. വെള്ളം അതിലേക്ക് തെറിച്ചു വീണു. ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. എന്നിട്ട് അതിൽ മുഴുവനും വെള്ളം നിറഞ്ഞു. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. ആ സമയത്ത് ആൺകുട്ടി അരുവിയിലേക്ക് ചാടി. ആൻഡ് പുൾ ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ആ ബോട്ടിനെ എടുത്തു. ഹി ഗാവ് ഇറ്റ് ടു അന്ന. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അന്നയ്ക്ക് കൊടുത്തു. ഗാവ്, കൊടുക്കുക. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അവൾ ആ ബോട്ട് വാങ്ങിയിട്ട് ചിരിച്ചു. ദ ബോയ് സ്മൈൽ ബാക്ക് പ്ലസൻ്റ്ലി. ആ ആൺകുട്ടി എന്താണ് അവളോട് തിരിച്ചും
നല്ല രീതിയിൽ ചിരിച്ചു. അന്ന gently placed another boat in the stream. അന്ന എന്താണ് മെല്ലെ വീണ്ടും അടുത്തൊരു ബോട്ട് അരുവിയിലേക്ക് ഇട്ടു. It sailed swiftly and drifted past. അത് വേഗത്തിൽ സഞ്ചരിച്ചു. അതുപോലെ drifted past ഭൂതകാലത്തിലേക്ക് നീങ്ങി. Soon it was out of sight. പെട്ടെന്നത് കണ്ണിൽ നിന്നും മറഞ്ഞു. അന്ന and the boy looked at each other and smiled. അന്നയും ആൺകുട്ടിയും പരസ്പരം നോക്കി ചിരിച്ചു. ഇത്രയുമാണ് പേപ്പർ ബോട്ട്സ് എന്ന ഈ യൂണിറ്റ്.